വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ പേര് നീതു, മുംബൈ ഡയറീസ് വിത്ത് നീതു എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. അപ്പൊ ഞാനുള്ളത് മുംബൈയിലാണ്. മുംബൈയിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ വ്ളോഗ്, ബ്യൂട്ടി ടിപ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ചാനലാണ് കേട്ടോ നമ്മുടെ. അതിനിടയ്ക്ക് മോട്ടിവേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ എല്ലാ കാര്യങ്ങളും എടുക്കും. അതാണ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസിനൊക്കെ കമന്റ് ഇടുന്ന രണ്ടുപേരുണ്ട് കേട്ടോ. അവരുടെ നെയിം എനിക്ക് എടുത്ത് പറയണം തോന്നി. ഒന്ന് നമ്മുടെ അബിത മാത്യു എന്ന് പറയുന്ന ഒരാളാണ്. അത് ആരാന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇൻസ്റ്റാഗ്രാം ഐ ഡി മെൻഷൻ ചെയ്യുവാണെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യാം. നമുക്ക് യൂട്യൂബിലൂടെ അങ്ങനെ നമുക്ക് അധികം മെസ്സേജ് ചെയ്യാനുള്ള വേറെ ഒരു വഴിയില്ലല്ലോ. അപ്പൊ അബിത മാത്യു, അപ്പൊ ഒരുപാട് താങ്ക്സ് കേട്ടോ. എല്ലാ വീഡിയോസിനും കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഒരു എടുത്തു പറയേണ്ട പേര് നമ്മുടെ നഫീസാത്ത ആണ്. അപ്പൊ നഫീസാത്ത ഒരുപാട് നന്ദി. എല്ലാ വീഡിയോസിനും ഒക്കെ കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. കാണുന്നതിനൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് താമസിപ്പിക്കേണ്ട. അപ്പൊ ഇനിയും ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് താമസിപ്പിക്കേണ്ട വീഡിയോയിലേക്ക് ടെൻഷനാണ്. കാര്യം എന്താണെന്ന് അറിയത്തില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും ടെൻഷൻ, എന്ത് ചെയ്താലും ടെൻഷൻ. ഇനി ഭാവി എന്തായി തീരുന്നൊക്കെ ഓർത്ത് ടെൻഷനാണ്. എന്നാ ചെയ്യണമെന്ന് അറിയില്ല. ആരോടും പറയാനും പറ്റാത്തൊരവസ്ഥയാണ്. ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോ ചില സമയങ്ങളിലൊക്കെ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവരോട് പറയുമ്പോൾ അതൊക്കെ ഒരു തമാശയായിട്ടായിരിക്കും എല്ലാവർക്കും തോന്നുന്നത്. ഈ ഒരു ഫേസിലൂടെയൊക്കെ നിങ്ങളും കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളും ഈ ടോപ്പിക്ക് കാണുക. ഇന്നത്തെ ഒരു തലമുറയിൽ അല്ലെങ്കിൽ ഇന്ന് എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ചിലർ എപ്പോഴും പറയാറുണ്ട് അല്ലെ, നമുക്ക് റീസൺ അറിയില്ല. എന്താന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനാണ്. കാര്യം എന്താന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അറിയില്ല. അതാണ് നമ്മുടെ ഒരു അവസ്ഥ. അപ്പൊ എന്താണ് റീസൺ ചോദിച്ചാൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് വിഷാദമായിട്ടിരിക്കും. അപ്പൊ ഹസ്ബൻഡ് ആയാലും ചിലപ്പോൾ അല്ലെങ്കിൽ വീട്ടുകാരല്ലേ കാര്യം പറയാതെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത് എന്ന് ചിലപ്പോൾ ചോദിക്കും. പക്ഷെ നമുക്ക് ചിലപ്പോൾ കാര്യം എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര സങ്കടമാണ്, എന്താണെന്നറിയില്ല, എനിക്ക് എന്തൊക്കെയോ ഒരു വിഷമമാണ്, കാര്യം എന്താണെന്നറിയില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാതെയല്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ എവിടേക്കോ ഉണ്ട്. പക്ഷെ വ്യക്തമായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ റീസൺ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ റീസൺ. എന്തിനാണ് നമ്മൾ ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ആൻസൈറ്റിയുടെ നമ്മുടെ കാരണം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് കുറച്ചു തന്നെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. സ്വസ്ഥമായിട്ട് ഇരിക്കുക. നമുക്ക് എപ്പോ തൊട്ടാണ് ഈ ടെൻഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കാം. ഞാൻ എപ്പോ തൊട്ടാണ് എന്റെ മൂഡ് ഔട്ട് ആയി തുടങ്ങിയത്? ഇപ്പൊ രാവിലെ എണീറ്റപ്പോ അല്ലെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണോ? എന്തായിരുന്നു ആ സമയത്ത് എന്റെ ഒരു ചിന്ത, അല്ലെങ്കിൽ എന്ത് ചിന്തയായിരുന്നു എന്ന് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതുക. എന്തൊക്കെയായിരുന്നു റീസൺ, എന്തായിരുന്നു, എപ്പോ തൊട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം തോന്നി തുടങ്ങിയത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട റീസൺ ആണ് അല്ലെ. എന്തിനാണ് നമ്മൾ സങ്കടപ്പെട്ടതെന്ന് കണ്ടുപിടിക്കാതെ നമുക്ക് ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ടെൻഷനെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് ഷെയർ ചെയ്യണമെങ്കിൽ തന്നെ കാര്യം അറിയാതെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെയും നമ്മളിങ്ങനെ സങ്കടത്തിലും ഡിപ്രഷനിലൂടെ കടന്നു പോകും. അപ്പൊ ഫസ്റ്റ് നമ്മുടെ കാര്യം എന്ന് പറയുന്നത് നമുക്കത് കണ്ടുപിടിക്കാൻ തന്നെയുള്ളതാണ്. അപ്പൊ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. കാരണം സങ്കടപ്പെടാൻ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ അതിനുള്ള റീസണും കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. വേറൊരാൾക്കും നമ്മളെ ഇൻവോൾവ് ചെയ്ത് എത്രത്തോളം കുത്തി ചോദിച്ചാലും നമ്മൾ പറയാൻ മനസ്സ് കാണിക്കാത്തത്രയും കാലം നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു വ്യക്തിക്ക് ഈ ഒരു കാര്യം മനസ്സിലാവില്ല അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ റീസൺ ആദ്യമായിട്ട് കണ്ടുപിടിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ആൻസൈറ്റിന്നും ഈ ടെൻഷനിൽ നിന്നൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഓവർകം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ശാന്തമായിട്ടിരിക്കുക. ഇതുപോലെ തന്നെ നമ്മൾ എപ്പോ തൊട്ടാണ് നമുക്കത് സ്റ്റാർട്ട് ചെയ്തത്, എപ്പോഴായിരുന്നു അതിന്റെ ഒരു ഇൻസിഡന്റ് കാര്യം, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് എനിക്കത് തോന്നിയത്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞപ്പോഴാണോ, അത് കേട്ടപ്പോഴാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടപ്പോഴാണോ, അത് ചിന്തിക്കുക. അതിന്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ടെൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. നോർമലി നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാകാറുണ്ട് അല്ലെ. നമ്മൾ എല്ലാവരും മനുഷ്യരാണല്ലോ, നമുക്കതൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ടെൻഷൻ എപ്പോഴാണോ ഓവറായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? പാനിക് അറ്റാക്ക് പോലത്തെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ. ഓവർ ഉത്കണ്ഠ ഒക്കെ മൂലം ഒരുപാട് സ്ട്രെസ്. ഇപ്പൊ പേരൻസ് ആണെങ്കിൽ മക്കളെ പറ്റിയുള്ള ഓവറായിട്ടുള്ള ഉത്കണ്ഠകൾ, മക്കളുടെ പഠിത്തം എന്താകും, മക്കളുടെ ഭാവി എന്താകും എന്നൊക്കെ ഒരു പെറ്റ് കൊച്ചങ്ങോട്ട് വീഴുമ്പോ തൊട്ട് ടെൻഷൻ അടിയാണ്. ഇത് എന്തിനാണെന്നാണ് മനസ്സിലാകാത്തത്. അതുപോലെ ഇപ്പൊ മക്കളാണെങ്കിൽ തന്നെ അവരുടെ ഭാവിയെ പറ്റി, നാളത്തെ എക്സാം, അല്ലെങ്കിൽ ഇനിയുള്ളത് ആർക്ക് ഫസ്റ്റ് കിട്ടും, അല്ലെ എന്തായിരിക്കും എന്റെ ഫ്യൂച്ചർ, ഇങ്ങനെയൊക്കെ ഒരു അമിതമായിട്ടുള്ള ഉത്കണ്ഠകൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അതിനെ എടുത്തു മാറ്റുക.
അതിനെ എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഓവർ ടെൻഷൻ കാരണം നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകും. ഇപ്പൊ പാനിക് അറ്റാക്ക്, അതുപോലെ ഹാർട്ട് ഡിസീസസ്, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, അങ്ങനത്തെ ഒരുപാട് നമ്മളെ മനസ്സിൽ വിചാരിക്കാത്ത തരത്തിലുള്ള അസുഖങ്ങൾ ഈ ഒരു ടെൻഷൻ കാരണം നമുക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തിനാണ് നമ്മളിങ്ങനെ ഓവറായിട്ട് ടെൻഷൻ അടിക്കുക? നമ്മൾ ഈ ടെൻഷൻ അടിച്ചത് മൂലം എന്തെങ്കിലും ഒരു കാര്യത്തെ നമുക്ക് എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങളിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ അതെന്താകും, അല്ലെങ്കിൽ ഞാൻ അതെന്ത് ചെയ്യും, ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ടെൻഷൻ അടിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഇതാണ് ടെൻഷൻ ഒന്നിനും ഒരു പരിഹാരമല്ല. നമുക്ക് നോർമൽ ആയിട്ട് ഒരു ടെൻഷനും വെപ്രാളവും ആദ്യമൊക്കെ എല്ലാ മനുഷ്യനും വേണം. പക്ഷെ അത് അമിതമാകാൻ നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കരുത്. അത് വലിയൊരു വിപത്തിലേക്കായിരിക്കും നമ്മളെ നയിക്കുന്നത്. അപ്പൊ ചിലർക്ക് ടെൻഷൻ വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കാര്യങ്ങളിലും തൃപ്തിയല്ലായിരിക്കും. അവർക്ക് എന്തുണ്ടെങ്കിലും അവർക്ക് എല്ലാത്തിനും പരാതി, എനിക്കൊന്നുമില്ലേ, എനിക്ക് വീടില്ലേ, എനിക്ക് കാറില്ലേ, അല്ലെങ്കിൽ മറ്റവർക്ക് ഇന്നതുണ്ട്, അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള ഫ്രണ്ട് UK പോയി, അയർലൻഡിൽ പോയി, ഞാൻ ഇവിടെ നിൽക്കുവാണ്. എന്നാൽ ഇവര് നിൽക്കുന്നിടത്ത് അവിടെയൊക്കെ കിട്ടുന്നേക്കാൾ കൂടുതൽ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമ്മുടെ ഈ ഒരു എന്താ പറയണ്ടേ, മറ്റുള്ളവരെ ുള്ള ഈ ഒരു കമ്പാരിസൺ അതൊരിക്കലും മാറത്തില്ല. നമുക്ക് മറ്റുള്ളവരുടെ ജീവിതം കണ്ട് ഇൻസ്പയർ ആകാം. ഇപ്പൊ ഒരാള് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നു, അല്ലെങ്കിലൊക്കെ അവർ കഷ്ടപ്പെട്ട് നല്ലൊരു നിലയിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതൊക്കെ കണ്ട് ഇൻസ്പയർ ആകാം. പക്ഷെ ഒരിക്കലും നമ്മൾ അത് വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ടെൻഷനുകൾ ഉണ്ടാവത്തേ ഉള്ളൂ. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഓർക്കുന്നത്, ആ ഒരു വ്യക്തിയുടെ ലൈഫിലെ ആളുകളെ പോലെ ആയിരിക്കണം എന്റെ ലൈഫിലും എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ എനിക്കും എല്ലാ കാര്യങ്ങളും വേണം. അപ്പൊ ആ ഒരു വ്യക്തിയുടെ പോലത്തെ ഹസ്ബൻഡും കാര്യങ്ങളും അത്ര ഹാപ്പി ആയിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുന്നവരായിരിക്കണം. എല്ലാവരും ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമാണ്? ഒരിക്കലും അല്ല. എല്ലാവരും ഡിഫറെന്റ് ആൾക്കാരാണ്. അപ്പൊ ഒരിക്കലും വേറൊരാളുടെ ജീവിതത്തെ നമ്മൾ താരതമ്യം ചെയ്തിട്ട് അതും നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ പകർത്താനായിട്ട് ഒരിക്കലും ട്രൈ ചെയ്യാൻ പാടില്ല. അങ്ങനെ ട്രൈ ചെയ്താലും വലിയൊരു നിരാശയിലേക്കല്ലാതെ അതിൽ നിന്ന് വേറൊരു ഫലവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം, ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ മാറ്റാൻ വേണ്ടി മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതെ നമുക്ക് എന്താണോ ഇപ്പൊ ഉള്ള ഈ ലൈഫിൽ, ഈ ഉള്ള ലൈഫിൽ വെച്ച് സന്തോഷിക്കാൻ നമ്മളൊന്ന് പഠിച്ചു നോക്കിയേ. എങ്കിൽ തന്നെ പകുതി കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് കുറേയൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. എപ്പോഴും മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെ മറ്റുള്ളവര് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു 10th പഠിച്ച കൊച്ച് എന്താ പറയണ്ടേ, 10th കഴിയുമ്പോൾ നല്ല മാർക്കോടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ എന്തായാലും കൊണ്ട് +2 ചേർക്കുന്നു. +2 കഴിയുമ്പോഴത്തേക്ക് ഏതാണ് ഈ ട്രെൻഡിങ്ങിലുള്ള കോഴ്സ്. ഇപ്പൊ ഞാനൊക്കെ പഠിച്ച സമയത്ത് +2 സമയത്ത് ആ സമയത്ത് ട്രെൻഡിങ് എന്ന് പറയുന്നത് നഴ്സിംഗ് ആയിരുന്നു. അതുകൊണ്ട് +2 കഴിഞ്ഞാൽ എല്ലാവരും നഴ്സിംഗിന് പോകണം. ഇൻകേസ് ഇനി നഴ്സിംഗിന് പോയില്ല ആൾക്കാരുടെ ചോദ്യം, എന്താ നഴ്സിംഗിനല്ലേ പോകുന്നത്, സയൻസ് എന്താ എടുക്കാത്തെ, അല്ലെങ്കിൽ കൊമേഴ്സ്, എന്താ കൊമേഴ്സ് എടുക്കുന്നത്, ആ കൊച്ചിന് പഠിക്കാൻ ബുദ്ധിയില്ല, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ചോദ്യമാണ്. അപ്പൊ നമ്മുടെ സൊസൈറ്റി ഒന്നാമത്തെ കാര്യം മാറണം. പിന്നെ ഞാൻ പറയുന്നത്, ഈ സൊസൈറ്റിയെ മാറ്റാൻ നിൽക്കുന്ന നേരത്ത് അവനവനായിട്ടൊക്കെ മാറിയാൽ മതി. നമുക്കിപ്പോ എല്ലാവർക്കും ഉത്തരം പറയാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ ചിലർ നമ്മളോട് ചോദിക്കും, എന്തിനാ നീ ഇത് ചെയ്യുന്നത്, നിനക്ക് അത് ചെയ്താൽ പോരെ, നീ ഇതല്ലേ. ഇപ്പൊ എന്റെ കാര്യത്തിൽ തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ നഴ്സാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പ്രസന്റ്ലി വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്നോട് ഇപ്പൊ പലരും ചോദിക്കാറുണ്ട്, നിനക്ക് ജോലിക്ക് പോകത്തില്ലേ, ഹോസ്പിറ്റലിൽ കയറാൻ വയ്യ, നീ എന്തിനാണ് ഈ യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിന് എന്ത് കിട്ടും എന്ന് വിചാരിച്ചിട്ടാ? ശരിയാണ്, ഇതിനൊന്നും കിട്ടും എന്ന് വിചാരിക്കുന്നില്ല. ഇനിയിപ്പോ ഭാവിയിൽ എന്തെങ്കിലും കിട്ടിയാൽ നല്ലത് അല്ലാതെ ഇതെന്റെ ഒരു പാഷനാണ്. അപ്പൊ അത് ആ സൈഡിൽ കൂടെ പോട്ടെ. നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ അതിന്റെ ഒരു സമയത്ത് നമ്മൾ എന്തായാലും അത് കയറുകയും ചെയ്യും അല്ലെ. അപ്പൊ ഈ ആൾക്കാർക്കൊക്കെ എല്ലാത്തിനും ഉത്തരം പറയുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യങ്ങൾക്കും ഒരു വിലയില്ലാതായി പോകും. പറയുന്ന ആൾക്കാർക്കൊന്നും നമ്മുടെ ചിലപ്പോൾ ഉള്ള ശരിക്കുള്ള സ്വപ്നങ്ങളോ നമ്മൾ ആരാണോ നമ്മളുള്ള കഴിവുകളോ ഒന്നും ചിലപ്പോൾ ഈ പറയുന്നവർക്കും കമന്റ് അടിക്കുന്നവർക്കൊന്നും അറിയില്ലായിരിക്കും. അപ്പൊ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ എന്താ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താ, ചിലപ്പോൾ നിങ്ങൾ ആരോടും പറയാത്ത കാര്യങ്ങളായിരിക്കും. ഒരു സമയത്ത് നിങ്ങൾ അത് വെളിയിലെടുത്ത് കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവർ അത് നോക്കി ചിലപ്പോൾ കളിയാക്കിയേക്കാം, നിങ്ങളെ നോക്കി പുച്ഛിച്ചേക്കാം, നീ എന്തു കാണിക്കുന്നത്, അല്ലെങ്കിൽ നീ ഇത്രയും പഠിച്ചിട്ട് നീ ഇതാണോ ചെയ്യുന്നത്, നിന്റെ പാഷന്റെ പുറകെയാണോ നടക്കുന്നത്, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേട്ടെന്ന് വരാം. പക്ഷെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് നമ്മൾ കഠിനാധ്വാനം ചെയ്ത് നമ്മൾ പ്രവർത്തിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഉറപ്പായിട്ടും ഒരു വിജയത്തിലെത്തും. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണം. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഒരിക്കലും അതിൽ തളരാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ മനസ്സിന് അത് ഇഷ്ടമാണോ എന്നും കൂടെ ഒന്ന് ആലോചിക്കുക. നിങ്ങൾ അത് ചെയ്യുമ്പോൾ ശരിക്കും ഇൻട്രസ്റ്റോടുകൂടെ ആണോ നിങ്ങൾ ഒരു കാര്യത്തിനായിട്ട് പ്രിപ്പയർ ആകുന്നതെന്ന് നന്നായിട്ട് ചിന്തിക്കുക. നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കുക, എനിക്ക് ഇതാണോ വേണ്ടത്, ഞാൻ ഈ ഒരു കാര്യം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചിന്തിക്കുക. നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല,
നിങ്ങളുടെ മനസ്സിൽ അതല്ല, വേറൊരു കാര്യം ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നമ്മൾ ട്രൈ ചെയ്തില്ലെങ്കിൽ വേറൊരാളും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഓർക്കുക. അപ്പൊ തന്നെ നമ്മുടെ കുറച്ച് കാവലാതി സങ്കടങ്ങളും ടെൻഷനും ഒക്കെ മാറി നമ്മളൊന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് ചിലരുടെ ഒരു പ്രശ്നമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇപ്പൊ നമ്മളിപ്പോ ചിലപ്പോ ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, നമ്മുടെ ജോലിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്ന സ്റ്റേജ് എന്നിവ എന്തായാലും നല്ലതല്ല. നേരത്തെ ഉണ്ടായിരുന്നേക്കാളും ഇപ്പൊ ഭയങ്കര ഒരു മോശപ്പെട്ട അവസ്ഥയിലാണ് നമ്മളെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നമ്മൾ വെപ്രാളം കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. ആ ഒരു അവസ്ഥയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, ശരി, ഇപ്പൊ എന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഫിനാൻഷ്യലി എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, അപ്പൊ അതിനനുസരിച്ച് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇരുന്ന് ആവലാതിപ്പെട്ട് അയ്യോ ഞാൻ നേരത്തെ അങ്ങനെയായിരുന്നല്ലോ, എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ എത്ര നന്നായിട്ട് ജീവിച്ചതായിരുന്നു, ഇങ്ങനെ ആവലാതിപ്പെട്ട് പാസ്റ്റിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുമോ? ഇല്ല. നമുക്ക് വേണ്ടത് ഫ്യൂച്ചറിലേക്കാണ്, നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത്, ഒരിക്കലും പുറകോട്ടല്ല. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും നേരെയാകട്ടെ. നിങ്ങളിപ്പോ ആയിരിക്കുന്ന പ്രസന്റ് സിറ്റുവേഷൻ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. അതിനൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ ഇതാണ് ഇപ്പൊ എന്റെ പ്രസന്റ് സിറ്റുവേഷൻ, നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്താൽ തന്നെ അത് നമ്മുടെ പകുതി ടെൻഷനും കാര്യങ്ങളും ഒക്കെ കുറച്ച് നമ്മൾ ആ ഒരു ഫ്ലോയിൽ തന്നെ പോകാനുള്ളൊരു ഇതും കൂടെ നമ്മുടെ ബോഡി അതിന്റെ കൂടെ ആ ഒരു സിറ്റുവേഷന്റെ കൂടെ നമ്മുടെ മനസ്സും ശരീരവും അതിന്റെ കൂടെ തന്നെ നിൽക്കും. അപ്പൊ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. പലർക്കും പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ പലതും വരുന്ന കാര്യങ്ങളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ഒരു ബ്രേക്കപ്പ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇന്നൊരാളല്ലെങ്കിൽ എന്നിൽ നിന്ന് പോയി അല്ലെ ബ്രേക്കപ്പ് ആയി, ഓക്കെ എനിക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം. ഒരിക്കലും പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ അയ്യോ അവൻ ഇത്രയും നാൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞത്, എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു, എന്നാലും എനിക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചേ എന്നോർത്ത് ബാക്കിലേക്ക് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് അതവിടെ സ്റ്റോപ്പ് ചെയ്തതിന് മുന്നോട്ട് ഞാൻ എങ്ങനെ ഒരു നല്ല വ്യക്തിയായിട്ട് എനിക്ക് എവിടെയായിരുന്നു മിസ്റ്റേക്ക് സംഭവിച്ചതെന്നൊക്കെ മനസ്സിലാക്കി ഫ്രണ്ടിലേക്ക് പോകാനുള്ള ഒരു കാര്യം നിങ്ങൾ എപ്പോ സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് എടുക്കുന്നു അന്ന് തന്നെ നിങ്ങളുടെ സക്സസ് ആയിട്ടുണ്ട്. എല്ലാവരും ടെൻഷനിലേക്ക് ആകാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്യണം എന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്താലും അപ്പൊ തന്നെ ഫെയിലിയർ സംഭവിക്കുന്നത്. അപ്പൊ ഫെയിലിയർ സംഭവിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ ചുറ്റും നിന്ന് കളിയാക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ നമുക്ക് ഫെയിലിയറിനെ പേടിയാണ്. എന്തൊക്കെയോ ചെയ്യണം ഐഡിയാസ് ഉണ്ട്, അല്ലെ എന്തെങ്കിലും മറ്റുള്ളവരെ ഉപേക്ഷിച്ച് എന്തൊക്കെയോ ഒരു ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഫെയിലിയറിനെ പേടിച്ചിട്ട് മുൻകൈ ഫ്രണ്ടിലേക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരുപാട് ആളുകൾക്ക്. അപ്പൊ അത് നമ്മളെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ ഓക്കെ ഞാൻ ഇതിലൊക്കെ ഓക്കെ ആണെന്ന് നടിച്ചാലും കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു ഡിപ്രഷൻ ഫീലിലേക്ക് ആകും. കാരണം നിങ്ങൾ പ്രസന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം നിങ്ങൾക്ക് ഇഷ്ടമില്ലാതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള സംഭവം എന്ന് പറയുന്ന ആ കാര്യമാണ്. അത് പക്ഷെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടുമുണ്ട്. കാരണം അതിൽ ഫെയിലിയർ സംഭവിച്ചാലോ മറ്റുള്ളവർ എന്തു പറയും എന്നുള്ള ചിന്തയിൽ നിങ്ങൾക്ക് ചെയ്യാനും മടിയാണെങ്കിലും ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും. അപ്പൊ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവത്തില്ല. എപ്പോഴും സങ്കടം വിഷമാണ്, ആരെന്ത് ചോദിച്ചാലും അറിയില്ല. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാപ്പിയാണോ അതുമല്ല, എന്നാൽ മനസ്സിലുള്ള ആഗ്രഹങ്ങളോട്ട് ചെയ്യാനും പറ്റുന്നത് എല്ലാവരെയും മറ്റുള്ളവരെ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നാട്ടുകാരെന്തു പറയും, വീട്ടുകാരെന്തു പറയും, ഈ പറയുന്ന ആളുകൾക്ക് ആർക്കും നിങ്ങളെ പറ്റി അറിയില്ല. നിങ്ങളെ പറ്റി നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിൽ റിസ്ക് എടുക്കാൻ വേണ്ടി റെഡി ആവുക. ആ റിസ്ക് ഒന്ന് എടുത്തു നോക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ മോട്ടോയും കറക്റ്റ് ആണ്, ജെന്യൂൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ടില്ലേ, അത് ഉറപ്പായിട്ട് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ അത് ഉറപ്പായിട്ട് ഒന്ന് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു നേഴ്സ് എന്നുള്ള നിലയ്ക്ക് കുറച്ച് ഹെൽത്ത് എഡ്യൂക്കേഷനും കൂടെ നിങ്ങൾക്ക് തന്നല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ഒരുപാട് ടെൻഷനാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ഒരു മോർണിംഗ് ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് ശാന്തമായിട്ട് ഒന്ന് കാമായിട്ട് ഇരുന്നുകൊണ്ട് കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ട്രൈ ചെയ്യുക. ഒരു 10 പ്രാവശ്യം അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് ടൈം ഒന്നും ഇല്ലെങ്കിലും ഒരു 5 പ്രാവശ്യമെങ്കിലും മിനിമം നിങ്ങൾ കട്ടിലേക്ക് ഒന്ന് കാമായിട്ട് ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രീത്ത് ഔട്ട് എടുക്കാനും വെളിയിലേക്ക് എടുക്കാനും ഒന്ന് ഹോൾഡ് ചെയ്ത് കുറച്ച് നേരമൊക്കെ പിടിച്ച് ഒരു ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് നോക്കിയാൽ അപ്പൊ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കാം ഡൗൺ ആയി നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തോന്നും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എക്സസൈസ് ആയിക്കോട്ടെ, യോഗ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. അതൊന്നും
ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്കൊന്ന് തനിച്ചിരിക്കണം എന്ന് ആഗ്രഹമെങ്കിൽ നിങ്ങൾ തനിച്ചിരിക്കുക. ഏത് ടൈം എന്താണോ നിങ്ങളെ എൻജോയ് ചെയ്യുന്നത് ആ കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ഡേയിൽ ഒരു ഹാഫ് ആൻ അവർ എങ്കിലും എടുത്ത് നിങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു ആൻസൈറ്റി ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റി നിങ്ങൾക്ക് ഹാപ്പി ആകാൻ പറ്റത്തുള്ളൂ. ഒന്ന് വാക്ക് ചെയ്യാൻ പോകണമെന്നാണോ ആഗ്രഹം, ഓക്കെ, നിങ്ങൾ എല്ലാം മറന്നൊന്ന് വാക്ക് ചെയ്യുക. ആ സമയത്ത് ഒന്ന് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഒന്ന് പാട്ടൊക്കെ കേൾക്കണം എന്നാണോ ആഗ്രഹം, അങ്ങനെയായാലും ചിലർക്ക് എന്താ നല്ല ഫുഡ് കഴിക്കണം എന്നായിരിക്കും ആഗ്രഹം. അപ്പൊ പലരുടെ ഡിപ്രഷൻ പോകുന്ന ആളുകളുണ്ട്. അപ്പൊ ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, നിങ്ങൾക്ക് ക്രേവിങ്സ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫുഡ് ഒന്ന് കഴിച്ചു നോക്കുക. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ നിങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് കാം ഡൗൺ ചെയ്യുന്നു നിങ്ങൾക്ക് തന്നെ തോന്നുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഡെയിലി എങ്ങനെ ആയാലും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു ഹാബിറ്റ് നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഈ ടെൻഷനെ പറ്റി ചിന്തിക്കാനും അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ഭാവി എന്തായി തീരുമെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ തലമുണ്ടാക്കാതെ ഇന്നുള്ള ലൈഫ് നന്നായിട്ടൊന്ന് ജീവിച്ചു പോകാനും ഹാപ്പി ആയിട്ടിരിക്കാനും പറ്റും. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ലൈഫ് ജീവിച്ചു തീർക്കാനുള്ളതാണ്. അല്ലെങ്കിൽ പഴയ കാര്യങ്ങളെ ഓർത്ത് വിഷമിച്ചിരിക്കാനോ ഇനി മുന്നോട്ട് എന്താകും എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കാനോ ഉള്ളതല്ല. ഇന്നെന്ന് പറയുന്നത് നിനക്ക് ഇന്ന് ജീവിക്കാനുള്ളതാണ്. അപ്പൊ ഇന്നത്തേക്ക് വേണ്ടി ജീവിക്കുക. ഇന്ന് നീ സന്തോഷവാനായിരിക്കും. ജീവിക്കുന്നത് കുറച്ചേ ഉള്ളെങ്കിലും സന്തോഷത്തോടുകൂടെ ജീവിക്കുക. ലോകത്തെ എല്ലാവരും തൃപ്തിപ്പെടുത്തി ജീവിക്കണം എന്നുള്ള വാശിയുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. എങ്കിൽ മാത്രമേ നിനക്ക് ഹാപ്പിനെസ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോഴെങ്കിലും നമ്മുടെ ആത്മാവിനെങ്കിലും ഒന്ന് സന്തോഷിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടാകണ്ടേ. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ വീണ്ടും നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത് വരെ എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.